സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട നാളുകളാണ്, ദിവസങ്ങളാണ്, സമയങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാന 10 മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് പ്രാർത്ഥനയും മറ്റു ചില ആരാധനാ കർമ്മങ്ങളും വർദ്ധിപ്പിച്ചതായി വിശദീകരിച്ചിട്ടുണ്ട്. അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ തൻ്റെ പത്നിമാരെയൊക്കെ വിളിച്ചുണർത്തിക്കൊണ്ടായിരുന്നു അവയത്രയും നിർവഹിച്ചിരുന്നത്. പറഞ്ഞു വരുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളാണ് അവസാന 10 എന്നർത്ഥം. ആ നാളുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇസ്തിഗ്ഫാറിൻ്റെ നാളുകളായിരുന്നു അത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകൾ പ്രവാചകൻ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നു. അതുപോലെ സംസ്കരണത്തിൻ്റെ കഴിഞ്ഞ 20 ദിവസങ്ങളിലായി നമ്മൾ നിർവഹിച്ച ആരാധനാ കർമ്മങ്ങളും വിശുദ്ധ ഖുർആൻ പാരായണമടക്കമുള്ള പുണ്യകർമ്മങ്ങളുമൊക്കെ തന്നെ എത്രത്തോളം നമ്മെ പരിവർത്തിപ്പിച്ചു എന്ന ഒരു ആത്മപരിശോധനയുടെ നാളുകൾ കൂടിയാണിത്. ഖുർആനുമായി നമുക്ക് എത്രത്തോളം എങ്ങനെയൊക്കെ അടുക്കാൻ കഴിഞ്ഞു. ഈ ജീവിതകാലത്തിനിടയിൽ ഖുർആനുമായി നമ്മൾ അടുക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാനും ഖുർആൻ പഠിക്കാനുമൊക്കെ ശ്രമിച്ചവരാണെങ്കിൽ പോലും ഈ റമദാനിൽ അതിനെ ഒന്നുകൂടി മാറ്റുകൂട്ടുന്ന രീതിയിൽ എന്തൊക്കെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ മുമ്പുള്ളതിനേക്കാൾ, നമ്മുടെ ജീവിതത്തിൽ മുമ്പുള്ളതിനേക്കാൾ പ്രത്യേകമായി എന്തൊക്കെ നന്മകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥിരമായി കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ആത്മപരിശോധനയ്ക്കുള്ള സമയവും, അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ശക്തമായ നിലയിൽ പ്രയോഗവത്കരിക്കാനുള്ള നാളുകൾ കൂടിയാണ് ഈ വരുന്ന 10 നാളുകൾ അഥവാ 9 നാളുകൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തകിഫുൽ അശറ അൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ ഈ 10 നാളുകൾ അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ, മരണം വരെ ഈത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരി, മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണത്. ആ ഹദീസിനെ തുടർച്ചയായിട്ട് പറയുന്നു, സുമ്മ ഇത്തിഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം, പ്രവാചകന് ശേഷം അദ്ദേഹത്തിൻ്റെ പത്നിമാരും ഇത്തിഖാഫ് ഇരുന്നിരുന്നു എന്നും ആ ഹദീസിൽ വിശദീകരിക്കുകയാണ്. അവസാനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ റമളാനിൽ അവസാനത്തെ 20 ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിഖാഫ് ഇരുന്നു എന്ന് ഹദീസ് വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിഖാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ മറ്റു ചിന്തകളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവുമായുള്ള ഓർമ്മകളിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പഠിക്കുക, ദിക്റുകൾ ചൊല്ലുക, അങ്ങനെ അത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ പ്രത്യേകമായ രീതിയിൽ ഒന്നുകൂടി മെരുക്കി കൂട്ടാനുള്ള ദൗത്യമാണ് ഈത്തിക്കാഫ്. അള്ളാഹുവിൻ്റെ പ്രീതിയിലാക്കാക്കി ഞാൻ ഈത്തിക്കാഫ് ഇരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി പള്ളിയിൽ വന്നിരിക്കുക. പള്ളിയിൽ വന്നിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തിക്കാഫ് ഇരുന്നത് പിന്നെ റമദാൻ അഥവാ ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ട ശേഷം അതുവരെ പള്ളിയിലിരിക്കുമായിരുന്നു. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തു പോകാറുണ്ടായിരുന്നുള്ളൂ. ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന പള്ളികളിലാണ് ഈത്തിക്കാഫ് ഇരിക്കേണ്ടത് എന്നും അറിയിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം തുടങ്ങിയ ദിക്റുകളായിരുന്നു കൂടുതലായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചരിച്ചു കൊണ്ടിരുന്നത്, ഇങ്ങനെ ദിക്റായി ചൊല്ലിക്കൊണ്ടിരുന്നത്.
ഈ ദിവസങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈലത്തുൽ ഖദർ. നമുക്കറിയാം 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവ് ഈ 10 ദിവസങ്ങളിൽ ഒരു രാവിനായി അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം ഇതിനെ അഥവാ ഖുർആനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, നിർണയത്തിൻ്റെ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമുള്ളതാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ അത് സമാധാനം നൽകുന്നു, സമാധാനമാകുന്നു. അപ്പോൾ ഈ ഖുർആൻ ഇറക്കി എന്ന് പറയുന്ന ഈ രാത്രി, ആ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ ആയുസ്, അതായത് 83 വയസ്സ് വരെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അത്രമേൽ പുണ്യമുള്ള നാളുകളാണ്, അല്ലെങ്കിൽ പുണ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രാത്രി കൊണ്ട് കിട്ടുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 83 വർഷമല്ല, 90 വർഷം ജീവിച്ചാലും 100 വർഷം ജീവിച്ചാലും 83 വർഷക്കാലം മുഴുക്കെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കാൻ കഴിയുകയില്ല. അത്രമേൽ പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈലത്തുൽ ഖദറിൽ നമുക്ക് ലഭിക്കുന്ന പുണ്യം എന്ന് നാം മനസ്സിലാക്കണം. മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഉഗ്ഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി, ആരാണോ വിശ്വാസത്തോടും പ്രതിഫലയോച്ചോടും കൂടി ലൈലത്തുൽ ഖദറിൽ ആരാധനക്കായി എഴുന്നേറ്റ് നിൽക്കുന്നത് അഥവാ നമസ്കരിക്കുന്നത്, അവൻ്റെ മുൻ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുന്നതാണ്. ലൈലത്തുൽ ഖദറിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ലൈലത്തുൽ ഖദർ വന്നു എന്ന് മനസ്സിലാക്കി ഞാൻ എന്താണ് അന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന, ഒരേ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ, അല്ലാഹുവേ നീ ഏറെ എമ്പാടും പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, പൊറുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു റബ്ബേ. ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് പൊറുത്ത് തരയണമേ നാഥ. അല്ലാഹുവേ നീ ഒരുപാട് മാപ്പ് നൽകുന്നവനാണ്, ഏറെ മാപ്പ് നൽകുന്നവനാണ്. നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാളിൽ പ്രത്യേകമായും വർദ്ധിപ്പിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാ. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്താണ് ഈ പ്രാർത്ഥനയും. അതായത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ഈ പ്രാർത്ഥന ഈ ആയത്തുമായി കൂട്ടിച്ചേർന്ന് മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. മറ്റാരെ വിളിച്ചാലും മറ്റൊരു ശക്തിയെയും വിളിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന പാഠം കൂടി ഇവിടെ നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യാണ് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഹിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ തേടുക, അന്വേഷിക്കുക, സമീപിക്കുക. അവസാനത്തെ 10 ദിവസവും ഇതിലേതെങ്കിലും ഒരു രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുമെന്ന് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒറ്റയിട്ട രാവുകളെന്ന് വേറെ വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല
തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, നിങ്ങൾ റമളാനിലെ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക. അപ്പൊ അവസാനത്തെ 10 രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്, ഒറ്റയിട്ട രാവുകളിലും എന്നും പറഞ്ഞിട്ടുണ്ട്. ഒറ്റയിട്ട രാവുകളെ കുറിച്ച് ചിലപ്പോഴെങ്കിലും ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ നടന്നു വരാറുണ്ട്. ഇപ്പോൾ പൊതുവെ ഈ വർഷത്തിലൊക്കെ റമളാൻ ഉറപ്പിക്കലും ഇതൊക്കെ ഒരേ ദിവസമായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. തലേ ദിവസം നോമ്പനുഷ്ഠിക്കുന്ന ആളും പിറ്റേ ദിവസം റമളാൻ ഒന്നായി പ്രഖ്യാപിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടേതാണ് ശരി എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിക്കൊള്ളുന്നത് നമ്മൾ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങൾ അള്ളാഹു പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ദിവസം മുമ്പേ നോമ്പ് തുടങ്ങിയിരുന്നുവെങ്കിൽ നമ്മൾ ചിലപ്പോൾ 22-ാം രാവിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അന്ന് ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോൾ ഒരു ദിവസം മുമ്പേ നോമ്പ് തുടങ്ങിയിരുന്നുവെങ്കിൽ അന്ന് 23-ാം രാവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 10 ദിവസവും തയ്യാറായി നിൽക്കണമെന്ന വാചകം പ്രസക്തമാകുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊന്നുകൂടി പറഞ്ഞു, അൽ തംസുഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാന ലൈലത്തുൽ ഖദ്രി. അതായത് അവസാന 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത് ഫീ താസിഅത്തിൻ തബ്ഖാ. അതായത് 9 കഴിഞ്ഞപ്പോഴോ, അതായത് ഇനിയും 9 ദിവസം ബാക്കിയുണ്ടെങ്കിൽ, റമളാൻ അവസാനിക്കാൻ ഇനിയും 9 ദിവസം ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ റമളാൻ 21 ഇന്നത്തെ രാവ്, അല്ലെങ്കിൽ ഫീ സാബിയത്തിൻ തബ്ഖാ 7 ദിവസം ബാക്കിയുള്ളപ്പോഴോ, അതായത് റമളാൻ 23, ഫീ ഖാമിസത്തിൻ തബ്ഖാ അല്ലെങ്കിൽ 5 ദിവസം ബാക്കിയുള്ളപ്പോഴോ 25, 21, 23, 25 എന്നീ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുക എന്നൊരു ഹദീസുണ്ട്. 27-ലും 29-ലും പ്രതീക്ഷിക്കുക എന്ന് വേറെയും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റയിട്ട രാവുകൾ തന്നെ പ്രതീക്ഷിക്കണം. ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട രാവുകളാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ ഇറങ്ങി അവതരിപ്പിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഖുർആൻ. ആ ഖുർആൻ നമുക്ക് ലഭിച്ചു എന്നുള്ളതിനുള്ള നന്ദിയാണ് നമ്മൾ ഈ റമദാനിൽ സമർപ്പിക്കുന്നത്. ആ സമർപ്പണം കൂടുതൽ ശക്തിയോടെയും കൂടുതൽ തഖ്വയോടെയും നിർവഹിക്കാനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാവുകളെ നമ്മുടേതാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.